ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ഉറപ്പു നൽകി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും തിരച്ചിൽ തുടരുമെന്നും അദ്ദേഹം അർജുന്റെ കുടുംബത്തിന് ഉറപ്പു നൽകി. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, MK രാഘവൻ MP, മഞ്ചേശ്വരം MLA MKM അഷറഫ്, കാർവാർ MLA സതീഷ് സെയിൽ എന്നിവരാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. ഡ്രഡ്ജർ കൊണ്ടുവന്ന് എത്രയും വേഗം തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഗംഗാവലി പുഴയിൽ മണ്ണടിഞ്ഞതിനാൽ ഡ്രഡ്ജിംഗ് നടത്താതെ തിരച്ചിൽ സാധ്യമാകില്ല. ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും സംഘം കാണും. കൂടിക്കാഴ്ചയിൽ സംതൃപ്തിയുണ്ടെന്നും ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് ഉറപ്പ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ജിതിൻ പറഞ്ഞു. ഒഴുക്കിലും മണ്ണിളക്കി പരിശോധിക്കാവുന്ന ഡ്രഡ്ജറാണ് ഗോവയിൽ നിന്ന് എത്തിക്കുന്നത്. 1 കോടിയോളം രൂപയാണ് ഡ്രഡ്ജറിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അങ്കോളയിലെ ഷിരൂരിൽ ദേശീയപാതയിൽ ജൂലൈ 16-നാണ് മണ്ണിടിച്ചിലുണ്ടാവുകയും അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതാവുകയും ചെയ്തത്. റോഡിൽ ലോറി പാർക്ക് ചെയ്തെന്ന് കരുതപ്പെടുന്ന മണ്ണിടിഞ്ഞു വീണ ഭാഗത്തെ 98% മണ്ണും മാറിക്കഴിഞ്ഞെന്നാണ് അധികൃതർ അറിയിച്ചത്. 2ാം ഘട്ട തെരച്ചിലിൽ വെള്ളത്തിനടിയിൽ നിന്ന് ലോറിയുടെ ചില ഭാഗങ്ങൾ കണ്ടെത്താനും സാധിച്ചിരുന്നു. അതേസമയം അർജുൻ ഉൾപ്പെടെ 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്.